കഴിഞ്ഞ ദിവസം ഒരമ്മ അവരുടെ ഒരു സങ്കടം എന്നോട് പറയുകയുണ്ടായി. താൻ തൻ്റെ മക്കൾക്ക് മാക്സിമം ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുന്ന ഒരമ്മയാണ്. താൻ കൊടുക്കുന്ന ഭക്ഷണത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ടെന്ന് ആ അമ്മ ഉറപ്പുവരുത്താറുമുണ്ട്. ജങ്ക് ഫുഡ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാറുണ്ട്. കൊടുക്കില്ല എന്നല്ല, ഇടയ്ക്കൊക്കെ മാത്രം. എന്നാൽ ആ അമ്മയുടെ സങ്കടം എന്താണെന്നറിയോ? താൻ ഇത്രയും ശ്രദ്ധിച്ചിട്ടും തൻ്റെ മക്കൾക്ക് എപ്പോഴും ഓരോ അസുഖങ്ങൾ വരുന്നു. പനി, ചുമ, ജലദോഷം, ഇങ്ങനെയൊക്കെ. എന്നാൽ തൻ്റെ പരിചയത്തിലുള്ള പലരുടെയും കുട്ടികൾ ചിപ്സ്, ചോക്ലേറ്റ് ഇതെല്ലാം അമിതമായി കഴിച്ചിട്ടും അവരെല്ലാം ഹെൽത്തി ആയിട്ടിരിക്കുന്നു. അവർക്ക് ഒരു അസുഖവുമില്ല. ഇത് കാണുമ്പോൾ താൻ ഇടുന്ന എഫേർട്ട് എല്ലാം വെറുതെയായി പോകുന്നുണ്ടോ എന്ന ആ അമ്മയ്ക്കൊരു സങ്കടം. കൂടാതെ ആളുകളുടെ വക ഒരു പരിഹാസവും. നീ ഇങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കുന്നതാ കുഴപ്പം. ഈ ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കേണ്ട ഫുഡല്ലേ? കുഞ്ഞുങ്ങൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡല്ലേ കഴിക്കേണ്ടത്? അവരുടെ സന്തോഷമല്ലേ നമുക്ക് വലുത്? അങ്ങനെയുള്ള ഓരോ ചോദ്യവും പറച്ചിലും. നിങ്ങൾക്കും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? എന്തായിരിക്കും ഇങ്ങനെ? കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനായിട്ട് നമ്മൾ ഒത്തിരി എഫേർട്ട് എടുത്തിട്ടും അതിനൊരു ഫലവും ലഭിക്കാത്ത പോലെ. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഹെൽത്തി ഫുഡ് കഴിക്കുന്ന കുട്ടിയുടെ ശരീരം വളരെ ആക്റ്റീവാണ്. ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ അവരുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം അഥവാ ഇമ്മ്യൂൺ സിസ്റ്റം പെട്ടെന്ന് അതിനെതിരെ പോരാടാൻ തുടങ്ങുന്നു. എന്നാൽ തുടർച്ചയായി ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ ശരീരം പലപ്പോഴും ഒരു തരം സൈലന്റ് ഇൻഫ്ലമേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. അവരുടെ ശരീരത്തിന് രോഗാണുക്കളോട് പോരാടാൻ ആവശ്യമായ എനർജിയോ പോഷകങ്ങളോ ഇല്ലാത്തത് കൊണ്ട് പലപ്പോഴും രോഗപ്രതിരോധ സംവിധാനം വേണ്ടത്ര ഉണർന്നു പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർക്ക് പെട്ടെന്ന് അസുഖം പുറത്തു കാണാത്തത്. ഇത് അവരുടെ ആരോഗ്യമല്ല, മറിച്ച് രോഗപ്രതിരോധ സംവിധാനത്തിൻ്റെ ഒരു തരം മരവിപ്പാണ്. ചുരുക്കി പറഞ്ഞാൽ, തുടർച്ചയായി ജങ്ക് ഫുഡ് കഴിക്കുന്ന കുട്ടികളുടെ അവസ്ഥ ലോ ബാറ്ററി മോഡിൽ നിൽക്കുന്ന ഒരു ഫോൺ പോലെയാണ്. അലാമുകൾ പോലും അടിക്കാൻ അതിന് ശേഷിയില്ല. അസുഖങ്ങൾ പുറത്തു കാണിക്കുന്നില്ല എന്നത് അവരുടെ ആരോഗ്യമായി ഒരിക്കലും കാണണ്ട. അതുകൊണ്ട് ഒന്ന് മനസ്സിലാക്കുക, കുട്ടികൾക്ക് ഇടയ്ക്കിടെ അസുഖം വന്ന് സുഖപ്പെടുന്നതിലൂടെയാണ് അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം ട്രെയിൻ ചെയ്യപ്പെടുന്നത്. ഓരോ തവണയും അവർ ഒരു ചെറിയ അണുബാധയെ തോൽപ്പിക്കുമ്പോൾ അവരുടെ ശരീരം ഒരു പുതിയ പ്രതിരോധം അഥവാ ആൻറ്റിബോഡി അവിടെ സേവ് ചെയ്യുന്നു. പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം കഴിക്കുന്ന കുട്ടിയുടെ ശരീരം ഈ പോരാട്ടത്തിന് കൂടുതൽ കരുത്തുള്ളതാണ്. നമ്മൾ കൊടുക്കുന്ന പോഷകാഹാരം കുട്ടികളുടെ ശരീരത്തെ ഉള്ളിൽ നിന്ന് ബലപ്പെടുത്തുകയും ഭാവിയിൽ ഉണ്ടാകാവുന്ന പല ക്രോണിക് അസുഖങ്ങളെയും തടയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവർക്ക് ആവശ്യമായ പോഷകങ്ങൾ തുടർന്ന് നമുക്ക് നൽകാം. ജങ്ക് ഫുഡ്സ് തൊടുകയേ ചെയ്യരുത് എന്നല്ല, വളരെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടെ ആ കാര്യങ്ങളെ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടതാണ്. മറ്റുള്ളവരെ നോക്കി ഒരിക്കലും നമ്മുടെ ഭക്ഷണക്രമം മാറ്റേണ്ടതില്ല. പോരാട്ടം തുടരാം, കൂളായിരിക്കാം. ഈ അമ്മയെപ്പോലെയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.